ഞാൻ പുറത്തേക്ക് പോകുക എന്നുള്ളത് എന്റെ തീരുമാനമല്ല. ഓക്കെ, ഞാൻ ഇപ്പോഴേ പറയാം, പുറത്തേക്ക് പോകുക എന്നുള്ളത് എന്റെ തീരുമാനമല്ല. അതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ഞാൻ എന്തായാലും പുറത്ത് പോകണം എന്ന് ഒരിടത്തും ആരോടും ആവശ്യപ്പെട്ടില്ല. വീട്ടിന്റെ പുറത്തേക്ക് വരണം എന്നുള്ളത്, നമ്മൾ ഇമോഷണലി ഡൗൺ അല്ലേ, നമ്മൾ ഇമോഷണലി ഡൗൺ ആയിരിക്കുമ്പോൾ നമ്മുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യുക, അതിന് വേണ്ടിയിട്ട് ഒരു റീസെറ്റ് റീഫ്രഷ് മോഡ് എനിക്ക് ആവശ്യമായിരുന്നു. അത്രേ ഉള്ളൂ. സംഭവം ബിഗ് ബോസ് ഷോ എന്ന് പറയുന്ന ഒരു ഉഡായിപ്പ് ഷോ ഒക്കെ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ സിബിൻ പറഞ്ഞ ഈ സംഭവമില്ലേ, അത് വെറുതെയാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ലാലേട്ടൻ വന്ന ദിവസം, അതിന് ശേഷമുള്ള പിറ്റേ ദിവസം സിബിൻ അവിടെ കിടന്ന് പുറത്തു പോകണമെന്നും പറഞ്ഞ് അലമ്പാക്കുന്ന പരിപാടി നമ്മൾ കണ്ടതാണ്. ഒരു ദിവസം മുഴുവൻ കിടന്നിട്ട് ഒച്ചപ്പാടാക്കി, എനിക്ക് പുറത്ത് പോയേ പറ്റൂ, എനിക്കിവിടെ നിൽക്കാൻ പറ്റൂല എന്നും പറഞ്ഞ് ബിഗ് ബോസിൻ്റെ പുറകെ നടന്ന് ശല്യം ചെയ്ത ആളാണ് സിബിൻ. എന്നിട്ടാണ് ഇപ്പം വന്ന് പറയുന്നത്, എനിക്ക് വീടിൻ്റെ പുറത്ത് പോകണമെന്ന് ആഗ്രഹമേ ഇല്ലായിരുന്നു, ഞാനങ്ങനെ ഇതാക്കിയിട്ടില്ല, അതെൻ്റെ തീരുമാനമല്ല. സംഭവം ശരിയാണ്. ആദ്യത്തെ ദിവസം അവിടെ കിടന്ന് അലമ്പാക്കിയപ്പോൾ എന്ത് ചെയ്തു, ഇവർ മുംബൈയിൽ നിന്ന് മറ്റേ ടീമിനെ കൊണ്ടുവന്നു, സൈക്കോളജിസ്റ്റിനെ. എന്നിട്ട് അവരെ കൊണ്ടുവന്ന് കുറച്ച് പുറത്ത് പ്രശ്നമൊന്നുമില്ല മോനെ, നീ വീട്ടിൽ നൈസായിട്ട് നിന്നോ, നിനക്ക് പുറത്ത് നല്ല സപ്പോർട്ടൊക്കെ ഉണ്ട് എന്നുള്ള ആ വിവരം കൊടുത്തപ്പോഴത്തേക്കും ചങ്ങായി ഒന്ന് ഉഷാറായി വീട്ടിലേക്ക് വന്ന്. പിന്നെ നോക്കുമ്പം ബിഗ് ബോസ് എല്ലാം നോക്കുമ്പം വിചാരിച്ചിട്ടുണ്ടാവും, അല്ല ഇവനിങ്ങനെ പുറത്തെ കാര്യങ്ങളെല്ലാം അറിയിച്ചിട്ട് ഉള്ളിൽ കൊണ്ടുപോയി ഇരുത്തിയിട്ട് നമുക്കെന്തിനാണ്, അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവും. എന്നിട്ടായിരിക്കും എടുത്ത് തൂക്കി എറിഞ്ഞിട്ടുണ്ടാവാം. സംഭവം സിവിൻ പറഞ്ഞ കറക്റ്റാണ്. അതായത് രണ്ടാമത് വീട്ടിൽ കയറിയതിന് ശേഷം പുള്ളിക്ക് പുറത്ത് പോകണമെന്ന് ചിലപ്പോൾ ആഗ്രഹം ഉണ്ടായിട്ടുണ്ടാവില്ലായിരിക്കും. പക്ഷെ ആദ്യത്തെ ദിവസം പുള്ളി അവിടെ കിടന്ന് കളിച്ചതെല്ലാം നമ്മൾ കണ്ടതാണ്. എനിക്ക് വീട്ടിൽ പോകണം, അനക്ക വീട്ടിൽ പോകണം, ഇത് തന്നെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നിട്ട് എയർപോർട്ടിൽ വന്നിട്ട് ഇങ്ങനെ തള്ളി മറിക്കുന്നത് എന്തിനാണ് സിബിയേട്ടാ? എന്താണ് സിബിയാനെ? നിങ്ങളുടെ ഗെയിമിനെല്ലാം നമ്മൾ സപ്പോർട്ട് ചെയ്ത ആളുകളാണ്. പക്ഷേ വെച്ചാൽ ഇപ്പം പുറത്ത് വന്നിട്ട് ഇങ്ങനെ പറയുന്നത് സംഭവം ശരിയാണ്. ബിഗ് ബോസ് എന്ന് പറയുന്നത് ഉഡായിപ്പ് ഷോയാണ്, ഉഡായിപ്പ് പരിപാടിയാണ്. നിങ്ങളോട് ചെയ്തതും ഉഡായിപ്പ് തന്നെയാണ്. പക്ഷേ എന്താ റിഫ്രഷ് ചെയ്യാനും മൈൻഡ് ഓക്കെ ആക്കാനൊക്കെ പുറത്തു പോയിട്ട് ഇതെന്താ പാർക്കിൽ പോകുന്നത്, എന്തെന്ന് ഇത് സംഭവം? 100 ദിവസം ഇതൊക്കെ മെൻ്റലി പ്രഷറെല്ലാം അനുഭവിച്ച് 100 ദിവസം നിന്നാൽ മാത്രം ആണ്, എന്താ പറയുക, ഇത് സർവൈവ് ചെയ്താൽ മാത്രമേ ഗപ്പ് കിട്ടൂ. അങ്ങനെ നോക്കാനാണ് ജാസ്മിനും ഗബ്രിയും ജിൻഡോപ്പനൊക്കെ അവിടെ കിടന്ന് അനുഭവിക്കുന്നത്. നിങ്ങൾ പോയിട്ട് ഒരാഴ്ച പോയിട്ട് ലാലേട്ടൻ്റെ വായിന്ന് എന്തോ കേട്ടപ്പോഴത്തേക്കും ഇത്രയും മെൻ്റൽ പ്രഷറാണ്, മറിച്ചാണെന്ന് പറഞ്ഞത് അവിടെ നിൽക്കാൻ പറ്റില്ല, നിങ്ങൾ ഇറങ്ങി വരുന്നത് തന്നെയാണ് നല്ലത്. എൻ്റെ പൊന്നടാവേ. എന്നിട്ടോ ഇത് പണ്ട് റോക്കി സിജോനെ തല്ലിയിട്ട് പുറത്തിറങ്ങി വരുമ്പോഴും ഇത് തന്നെയായിരുന്നു. തള്ളിന് മാത്രം ഒരു കുറവുമില്ല. എന്നാൽ അതിൻ്റെ ഉള്ളിലായിരിക്കുന്ന സമയത്ത് മര്യാദയ്ക്ക് കളിക്കുമോ? മര്യാദയ്ക്ക് നിന്നിരുന്നെങ്കിൽ മോനെ ഫൈനൽ 5 വരേണ്ട ആളാണ്. ചിലപ്പോൾ കപ്പ് തന്നെ അടിച്ചേക്കാം. അങ്ങനെ വരേണ്ട ആളല്ലേ, ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ തള്ളേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ മോനെ സിബിയാനെ? എന്തരായാലും കൊള്ളാം. എന്തായാലും പുറത്ത് വന്നു. ഇനിയിപ്പം ഇങ്ങനെ കുറേ ഇൻ്റർവ്യൂവിലെല്ലാം അതും ഇതും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റമെല്ലാം പറഞ്ഞ് നടക്കാം, അത്ര തന്നെ. അല്ല പിന്നെ